ഹായ് ഹലോ നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ ഇന്നൊരു പുതിയ പരീക്ഷണമായിട്ടോ വന്നിരിക്കുന്നത്. അങ്ങനെ ആദ്യം തന്നെ 2 മുട്ട പുഴുങ്ങാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ജോലി നമ്മളവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് കുറച്ച് കടലമാവ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുക കേട്ടോ. ഒന്നുകൂടി പറയാം, ഇത് ഞങ്ങളുടെ സ്വന്തം റെസിപ്പി ആട്ടോ. ഇതിലും വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കാം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു സംഭവം. എന്നാലും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ രീതിയിലാട്ടോ. അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മളിത് നല്ല കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുക കേട്ടോ. അധികം വെള്ളമാവാനും പാടില്ല, എന്നാൽ ഒരുപാട് തിക്കാവാനും പാടില്ല. ആ ഒരു മെത്തേഡിലാക്കി എടുക്കാനെ കൊണ്ടാണ് ഞങ്ങളിപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിനുശേഷം കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാനെ കൊണ്ട് വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറിയൊരു വാഴയ്ക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് രണ്ടായിട്ട് മുറിച്ചിട്ട് ഇത് നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാനാണ് അടുത്ത പ്ലാൻ. അങ്ങനെ തന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് സെറ്റാക്കി എടുക്കുകയാണ്. അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് കുനൂന ഇങ്ങനെ അരിഞ്ഞെടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ ഇത് പെതുക്കി ഇങ്ങനെ അരിഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഇതെല്ലാം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അച്ഛനാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അത് അരിഞ്ഞ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ അതിൻ്റെ കറയാണ് കാണുന്നത്. ഇനിയിപ്പോൾ കാണുന്നത് ചെറിയൊരു അബദ്ധമായിട്ട് നമ്മൾ ആ വാഴയ്ക്ക് അരിഞ്ഞ ആ ഒരു പിച്ചാത്തിയും കൊണ്ട് എടുത്തുകൊണ്ട് ചെറിയൊരു കളർ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ വാഴയ്ക്ക് അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. മുട്ട പുഴുങ്ങിയതും എടുത്ത് പൊളിച്ചതിന് ശേഷം അരിഞ്ഞതായി ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ കടലമാവൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കടലമാവിനകത്തോട്ട് മുക്കി നമ്മൾ ഈ മുട്ട ഇങ്ങനെ എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ചൂടാക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഏകദേശം ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് മനസ്സിലായി വരുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അങ്ങനെ അത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് അതങ്ങനെ സെറ്റാക്കി എടുത്ത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കായ അരിഞ്ഞ് വെച്ചേക്കുന്നതും എടുത്ത് അതുപോലെ ബാലൻസ് വന്ന കടലമാവിലേക്ക് എടുത്ത് മുക്കി ഇങ്ങനെ വെക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം മുക്കി വെച്ചിട്ട് നേരെ നമ്മളത് റെസ്റ്റ് ചെയ്യാനെ കൊണ്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരെ പോയി ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുട്ട ബജ്ജി, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മുട്ട ബജ്ജി എന്ന് പറയും കേട്ടോ. അപ്പോൾ ഞങ്ങളത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ ബാക്കി ഉണ്ടായിരുന്നതിനകത്തോട്ട് വെച്ചിരുന്ന കായും കൂടെ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇട്ട് കൊടുത്ത് നല്ല പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. കുറച്ചധികം ആ മുട്ട പുഴുങ്ങാൻ എടുക്കുന്ന ആ ഒരു സമയം മാത്രമേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട് കുറച്ച് ലാഗ് വരുന്നത്. ബാക്കിയെല്ലാം പെട്ടെന്നായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ മുട്ട ബജ്ജി ഏകദേശം റെഡി ആയിട്ടുണ്ട്. മുട്ട ബജ്ജി മാത്രമല്ല, ഏത്തക്ക ബജ്ജിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. സെറ്റായിട്ടുണ്ട് സംഭവം. നമ്മൾ വിചാരിച്ചതിനേക്കാട്ടിലും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. സോസൊക്കെ ഒഴിച്ച് കഴിക്കാൻ അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ ബേബി, സീ യു.